ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 ദിവസം മുൻപ് കാണാതായ ശ്രീനന്ദ എന്ന പെൺകുട്ടി ഇന്ന് നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളെ തേടി വന്നത്. ആ പെൺകുട്ടിയുടെ മൃതദേഹം കാണാതായ സ്ഥലത്ത് നിന്നും കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വന്നു. നമുക്കറിയാം 4 ദിവസം മുൻപാണ് ആ കുട്ടി കാണാതെയാവുന്നത്. ആ ഒരു കുടുംബമടക്കം പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയാണ് ഈ കുട്ടി. ആ ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ വല്യച്ഛന്മാര്, അവരുടെ ഫാമിലി, അങ്ങനെ വലിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന 41 പേരടങ്ങുന്ന ഒരു സംഘം അവർ കർണാടകയിലേക്ക് യാത്ര പോകുന്നു. അവരെല്ലാ വർഷവും പോകുന്നതാണെന്ന് പറയുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു ടീമായിട്ട് വെക്കേഷൻ കാലത്ത് യാത്രകൾ പോകുന്നതാണ്. അപ്പൊ ഇക്കുറി അവർ കർണാടകയിലേക്ക് പോകുന്നു. ആദ്യം അവർ ഹംപി സന്ദർശിക്കുന്നു. ഹംപിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവർ ചിക്കമംഗ്ലൂർ എത്തുമ്പോൾ അവിടെ ബാബ ബുധഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പീക്ക് ഉണ്ട്, അവിടെ സന്ദർശിക്കുന്നു. അപ്പോൾ വലിയ മലയാണെങ്കിലും നമ്മൾ നടന്നു കയറുന്ന മലയൊന്നുമല്ല, വാഹനത്തിൽ തന്നെ നമുക്ക് അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് എത്താൻ സാധിക്കും. അവിടെ ചെന്നിട്ട് അവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. മാണിക്യധാര വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര്. അതാണ് നമ്മൾ ഒരു വാഹനത്തിൽ അവിടെ ചെന്ന് പാർക്ക് ചെയ്യുന്നു. അതൊരു ഗ്രൗണ്ടാണ്. നമുക്ക് അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അതിന് 2 വശമാണുള്ളത്. സാധാരണ ആളുകൾ അതിന്റെ ഒരു വശത്തായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വശം വളരെ സേഫ് ആണ്. 2 സൈഡിലും അതിന് അഴികളൊക്കെ കെട്ടിയിട്ടുണ്ട്, റെയിലൊക്കെ കെട്ടിയിട്ടുള്ള, ഇരുമ്പിന്റെ അഴികളൊക്കെ കെട്ടിയിട്ടുള്ള, സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. ഇവരെല്ലാവരും ആ വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ എതിർ സൈഡ് കുറച്ച് ഇങ്ങനെ റെയിലൊന്നും കെട്ടാതെ സുരക്ഷാ ഭിത്തി ഒന്നും ഇല്ലാതെ വല്ലാതമായ കൊക്കയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ എതിർ സൈഡ് എന്ന് പറയുന്നത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് 2 വശത്തേക്കും പോകാൻ സാധിക്കും. ഈ ഫാമിലി, ഈ ടൂറ് പോയിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത് ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവര് ടീമായിട്ട് പോകുന്നു. നമ്മളെല്ലാവരും, നമുക്കറിയാം, ഇങ്ങനെ ഒരുപാട് പേര് യാത്ര പോകുമ്പോൾ ഒരു കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ടീമായിട്ട് അതിൽ ഗ്രൂപ്പായിട്ട് അതിൽ എപ്പോഴും ഫോം ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ അടങ്ങുന്ന അവർ ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ പ്രായമുള്ളവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഫാമിലിയുള്ള എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് മാറുന്നു, കസിൻസ് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് മാറുന്നു, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ശ്രീനന്ദയുടെ കുറച്ച് ഫ്രണ്ട്സ്, സ്കൂളിൽ കൂടെ പഠിക്കുന്ന അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടി, വേറെയുള്ള കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, 4-5 പേര്. അപ്പൊ അതിനിടയിൽ അവരൊരു വീഡിയോ എടുക്കുന്നുണ്ട്, വ്ളോഗ് പോലെ അവരൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അവര് ചാനലൊന്നും ഇല്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വ്ളോഗിലൊക്കെ കാണുന്ന പോലെ നമ്മളൊരു ഷൂട്ട് ചെയ്യുക, സെൽഫി ആയിട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഹലോ അവിടെ ഇരിക്കാൻ നോക്കിയത് നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ് അപ്പൊ ആ കുട്ടി വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി അതാ പോഴാന്നൊക്കെ പറയുന്നത് നമ്മൾ ആ വിഷ്വലിൽ കാണുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ പോകുന്നു. ഈ കുട്ടികള് പോകുന്നതിനിടയിൽ ഇവരെല്ലാരും കൂടെ നടക്കുന്നു. ഈ കുട്ടി അവിടെ എന്തോ പെട്ടെന്ന് ഈ കുട്ടി മിസ്സാവുന്നു. അപ്പോൾ താഴേന്ന് വല്യച്ഛൻ കയറി വരുന്നുണ്ട്. മുകളിൽ ചെന്നപ്പോൾ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ശ്രീനന്ദയെ കാണുന്നില്ല. അപ്പൊ അവര് അവിടേക്ക് അന്വേഷിക്കുന്നു. ശ്രീനന്ദ ഉണ്ടോ കൂട്ടത്തിൽ ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ശ്രീനന്ദയുടെ അച്ഛനും അമ്മയും ഒരു വ്യൂ പോയിന്റിന്റെ അവിടെ അവരുടെ ടീമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് നിങ്ങൾ കണ്ടോ ശ്രീനന്ദനെ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ കുട്ടി മിസ്സായി എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അവര് 5:21 ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ചെറിയച്ഛന്റെ ഫോണിൽ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 5:30 എന്ന് വെച്ചാൽ 8 മിനിറ്റ് കൊണ്ടാണ് ഈ കുട്ടി കാണാതാവുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ കുട്ടിയെ കാണാതാവുന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ തിരയാൻ തുടങ്ങുന്നു. 5:05 എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഇരുട്ടായി തുടങ്ങുന്ന സമയമാണ്. അതൊരു ഹിൽ സ്റ്റേഷനാണ്, അത്യാവശ്യം കോടയൊക്കെ മൂടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരവിടെ തിരയാൻ തുടങ്ങുന്നുണ്ട്. അത് നമ്മുടെ ഇലക്ഷന്റെ മുൻപുള്ള സമയമായതുകൊണ്ട് ഇവിടെ അത്ര വാർത്തയായില്ല. ഇവിടുത്തെ പാലക്കാട് ജില്ലയിലുള്ള ഈ ലോക്കൽ ചാനലുകളിലൊക്കെ ഇങ്ങനെ കടമ്പഴിപ്പുറത്തുനിന്ന് ടൂർ പോയ ഒരു കുട്ടിയെ കാണാതായി എന്നൊക്കെ വാർത്ത വന്നിരുന്നു. വലിയ ചാനലുകളൊന്നും ഇലക്ഷന്റെ വാർത്തയുടെ ഇടയിൽ അത്ര പ്രാധാന്യത്തോടു കൂടിയല്ല ഈ വാർത്ത കൊടുത്തത്. എന്തായാലും ആ ദിവസം തെരഞ്ഞു, ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു അവർ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നിട്ട് അവിടെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോകുന്ന വഴിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാല് ഉള്ള വഴിയിലൂടെ ഈ പോലീസ് നായ കയറി പോവുകയും അവിടെ ഉള്ള ഒരു കടയിൽ പോയിട്ട് അവിടെ മുട്ടുകുത്തി നിൽക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അന്ന് മുതലേ അവർ സംശയിക്കുന്ന കാര്യം ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കാം. എന്ന് വെച്ചാൽ ആ വഴിയിൽ എവിടെയും വെച്ചിട്ട് പെട്ടെന്ന് പിടിച്ചു മാറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്ന് കൊടുത്തിട്ട് മയക്കി ആ കുട്ടിയെ തട്ടിയെടുത്തതായിരിക്കാം എന്നുള്ള രീതിയിലാണ് അവർ അന്ന് പ്രതികരിച്ചത്. പിന്നെ താഴെയുള്ള ചില പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ചില വണ്ടികളൊക്കെ പെട്ടെന്ന് പോയി, അതുകൊണ്ട് അവിടെ ലഹരി സംഘങ്ങൾ ഉണ്ടായിരുന്നു, അവർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊക്കെ അവര് സംശയം പ്രകടിപ്പിച്ചു. അവർ താഴെ വീണോ എന്ന് ആ ഭാഗങ്ങളിലൊക്കെ സെർച്ച് നടത്തി. പിന്നെ
2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഭയങ്കര വാർത്തയായി. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ബന്ധപ്പെട്ടു. ഇവിടുന്നുള്ള പോലീസ് സംഘം വരെ അവിടെ പോയി അവിടെ അന്വേഷണങ്ങളൊക്കെ നടത്തി. താഴെയുള്ള കുന്നും ചെരുവിലും കൊക്കയിലും ഒക്കെ അവർ ഡ്രോണും ഒക്കെ കൊണ്ട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവർക്ക് ബോഡി കണ്ടെത്താൻ സാധിച്ചില്ല. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന സ്ഥലത്തും കൊക്കയിലും ഒക്കെ അവർ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, കാരണം അവിടെ കൈവരിയൊന്നുമില്ല. പക്ഷെ ആ കുട്ടി അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇവർ നടന്നു കയറിയത് ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലേക്കായിരുന്നു. ഇവരെല്ലാവരും തിരിച്ചിറങ്ങിയതും ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിരുന്നു. എന്നിട്ടാണ് ഈ പാർക്കിംഗ് പ്ലേസിൽ വരുന്നത്. ഈ പാർക്കിംഗ് പ്ലേസിന്റെ എതിർ സൈഡിലുള്ള സ്ഥലമാണ് കുറച്ച് ഡേഞ്ചർ. അവിടെ കൈവരികളൊന്നും ഇല്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ കുട്ടിയെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല. 1ാമത്തെയും 2ാമത്തെയും ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ ഇന്നലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ചാനലുകളിലൊക്കെ ഇത് ഭയങ്കര വാർത്തയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു വാർത്ത തന്നെയായിരുന്നു. ഈ കുട്ടിയെ കാണാനില്ല, അന്വേഷിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയായിരുന്നു. പക്ഷെ ഇന്നൊക്കെ നല്ല വാർത്തയായി തുടങ്ങി. ഇന്ന് ഉച്ച സമയത്തോടു കൂടിയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ എതിർ സൈഡിലുള്ള ഭാഗത്ത് താഴെ കൊക്കയില് 1500 അടി താഴ്ചയിലാണ് ഈ കുട്ടിയെ കാണുന്നത്. മേലെ നിന്ന് വീണതാവും എന്ന് സംശയിക്കുന്നു. ഈ കുടുംബം ദുരൂഹത പറയുന്നു. ഈ താഴെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തില് ഹർഷനഹള്ളി എന്തോ പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. അർഷണക്കുപ്പെ ആണെന്ന് തോന്നുന്നു. അവിടെ കാട്ടില് അകത്താണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഡ്രോണിന്റെ സഹായത്തോട് തെർമൽ ഡ്രോണിന്റെ സഹായത്തോടു കൂടെ പരിശോധിച്ചപ്പോൾ തന്നെയാണ് ഈ കുട്ടിയുടെ ബോഡി കിട്ടിയത്. പക്ഷേ ഇത് ആ സ്ഥലം മുൻപും പരിശോധിച്ചതാണ്. അപ്പോഴൊന്നും ഈ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബോഡിക്ക് അധികം പഴക്കമില്ല എന്ന് സംശയം പറയുന്നു. കാരണം ഈ കുട്ടി മേലേന്ന് വീണത് 4 ദിവസം മുൻപാവാം വീണതാണെങ്കിൽ. പക്ഷേ ഈ 4 ദിവസം ഒന്നും മൃതദേഹത്തിന് പഴക്കമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് വേറൊരു പോസിബിലിറ്റി ഉള്ള എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി വീണ സമയത്ത് ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ പറയാലോ. ചിലപ്പോൾ മരത്തിലൊക്കെ തട്ടിയായിരിക്കാം താഴേക്ക് വീണത്. ഒറ്റയടിക്ക് അടിച്ച് വീണതായിരിക്കില്ല. അപ്പൊ ആ കുട്ടി ജീവനോടെ കിടന്ന് പിന്നീടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഒന്നും സമാധാനിക്കാൻ പറ്റില്ല. അവരുടെ കണ്ണിന്റെ മുന്നിൽ നിന്നാണ് ആ കുട്ടി അപ്രത്യക്ഷമായി പോയത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ, കുട്ടികളെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, എത്രയായാലും ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ഉള്ള കമന്റുകൾ. ആ കുട്ടി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ആ കുട്ടി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മാതാപിതാക്കൾ അച്ഛനും അമ്മയും 2 കുട്ടികളും ഒക്കെ ആയിട്ട് മാത്രം ടൂർ പോകുമ്പോൾ നമ്മളെപ്പോഴും കുട്ടികളുടെ കൈ പിടിച്ചിരിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്യും. പക്ഷെ വലിയൊരു ടീമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെപ്പോഴും ആ ബന്ധുക്കളുടെ കൂടെ ഉണ്ട് ആ കുട്ടി, അല്ലെങ്കിൽ ആ ടീമിന്റെ കൂടെയാണുള്ളത് കുട്ടി. അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് ഈ സമയത്ത് ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിലും വലിയ അർത്ഥമില്ല. പിന്നെ ഇതിൽ ദുരൂഹത എന്ന് പറയുന്നത് അവര് പറയുന്നതാണ്. ഈ കുട്ടി എതിർ സൈഡിലേക്ക് പോകാൻ യാതൊരു വഴിയില്ല. ഇപ്പൊ ഈ കുട്ടി ഈ എതിർ സൈഡിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയിലൂടെ നടന്നു വന്ന് ഈ റിലേറ്റീവ്സ് മുഴുവൻ നടക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ വഴിയിലൂടെ നടന്നു വന്നിട്ട് വേണം ഈ കുട്ടി എതിർ സൈഡിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ 5 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയില്ല എന്നും അതുകൊണ്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ഇത് വളരെ വിഷയമായ സമയത്ത് ഈ കുട്ടിയെ താഴെ കൊണ്ടുപോയി ഉപേക്ഷിച്ചതായിരിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇപ്പൊ ഈ പറയുന്ന സ്ഥലം ബാബ ബുധഗിരി എന്ന് പറഞ്ഞ ഈ മലയിലെ ചില വിഷ്വൽസ് വേറെ ഒരു യൂട്യൂബ് ചാനലിൽ കർണാടക അവിടെ എങ്ങനെ വ്യൂ? സ്ഥലം നോക്ക്, എന്താ വ്യൂ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വീടല്ലേ ചോദിച്ചു പോണം. വീടല്ലേ നല്ല വണ്ടികളാണ്. നീ പണിതോ ഇറങ്ങ്, നീ ഇറങ്ങ്, ഞാൻ വന്നോളാ. നീ പോയേ, നീ വീഴുന്ന ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ. ദേവിയേ, എന്റെ സബരിയുടെ മുറിയാ. എടി നോക്കി കണ്ടു പറഞ്ഞോ. എന്റെ പൊന്നു കൊക്കാന്നൊക്കെ പറഞ്ഞ കണ്ടോ, കൊക്ക ഡയറക്റ്റ് ഒരു ചെരുവൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് കൊക്കയാണ്. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. എന്റെ പൊന്നു ഇത് നീ അവിടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാന്ന്. നോക്കി കണ്ടൊക്കെ ഇല്ല, കട്ടിയില്ല. നമ്മുടെ കേരളത്തിൽ ഒന്നും ഇറക്കില്ല, കാരണം കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ. ആ, ഞങ്ങൾക്ക് ധൈര്യമില്ല, അവിടെ ഇരുന്നാൽ മതി നിങ്ങൾ. അപ്പൊ വീഡിയോ കാണുന്നുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. വലിയൊരു കൊക്കയാണ്. താഴെ നോക്കുമ്പോൾ തന്നെ തരാൻ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്.
അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ആക്ച്വലി നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നാണെങ്കിലും ഇപ്പോൾ വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും മുതലായിട്ടുണ്ട്. അടിപൊളി സ്പേസ് ആണ്, അടിപൊളി സ്പോട്ട്, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് താഴെ നമുക്ക് ഫുള്ള് സിൽവർ വുഡുകളാണ്, അവിടെ മൊത്തം സിൽവർ വുഡുകളാണ്. പിന്നെ കോഫി പ്ലാന്റേഷൻ ആണ് അതിൻ്റെ ഇടയിൽ മൊത്തം. പിന്നെന്താ അവിടെയൊക്കെ കാടാണ്, അതൊക്കെ കാടാണ്. അങ്ങനെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരുപാട് ഏരിയ കാണാം. അവിടെയൊക്കെ വലിയ ടൗൺ ഉണ്ട്. പിന്നെ അവിടെ ഒരു ലേക്ക് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. ഞാൻ കേരള ക്രിസ്റ്റാട്ടോ. അങ്ങനെയാണ് അടിപൊളിയാണ്. ഇനി എന്തായാലും നമുക്ക് വാട്ടർഫാളിലേക്ക് പോവാം. നമുക്ക് 4 മിനിറ്റും കൂടി റെക്കോർഡ് ചെയ്യാനുള്ളതാണ് മെമ്മറി കാർഡിലുള്ളൂ. അപ്പോൾ വാട്ടർഫാളും കൂടി റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ ഇതിലങ്ങോട്ട് കയറാൻ. ദാസം നോക്കി കയറേ ഉണ്ട്. ഇവിടെ മൊത്തം കല്ല് ഇളകി കിടക്കുക. ഇതിലെ കയറി പിന്നെ വഴിക്ക് താഴെ പോവാ, വാട്ടർഫാളിലേക്ക് പോവാ. ഓക്കെ ഇവിടെ ടിക്കറ്റ് കിട്ടോ? ഞാൻ കണ്ടു. അതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഈ വീണു എന്ന് പറയുന്ന സ്ഥലം എത്ര ഡേഞ്ചർ ആണെന്ന്. ഒരു മലയാളി തന്നെ ചെയ്തൊരു വീഡിയോയിൽ ആ വിഷ്വൽ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് എത്ര ഡേഞ്ചർ ആണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എന്തായാലും അറിയാൻ സാധിക്കും. ഇതൊരു മേലെ നിന്ന് വീണിട്ടുള്ള മരണമാണോ, അല്ലെങ്കിൽ ഏത് സമയത്ത് മരണം സംഭവിച്ചു, മരണം നടന്നിട്ട് എത്ര ദിവസമായി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ ഈ കുട്ടിക്ക് വസ്ത്രങ്ങൾ എന്തോ കീറിയ നിലയിലായിരുന്നു. അത് മേലെ നിന്ന് വീഴുമ്പോൾ ഒരഞ്ഞിട്ട് ഈ വള്ളികളിലും മരങ്ങളിലൊക്കെ തട്ടിയിട്ട് ഒക്കെ കീറി പറഞ്ഞു പോവാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ അച്ഛനമ്മമാർക്കൊന്നും ഒരിക്കലും അത് സമാധാനിക്കാനുള്ള ഒരു കാര്യമല്ല. ഒരു മോള് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കുട്ടി നഷ്ടപ്പെട്ടതിനപ്പുറം ആ കുട്ടിയുടെ തങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണോ സംഭവിച്ചത്, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലെന്നുള്ളതാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ട് എപ്പോഴെങ്കിലും അവരത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വിഷമം, ശ്രദ്ധിച്ചില്ല എന്ന് പറയുക, ഒരു അബദ്ധമൊക്കെ നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവൊക്കെ എല്ലാ ആളുകൾക്കും സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. പിന്നെ ഈ കുട്ടി എങ്ങനെ എതിർ സൈഡിൽ പോയി, അത് പോയോ, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരുടെയെങ്കിലും ഫോണിൽ ഈ കുട്ടിയുടെ വിഷ്വൽ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിലൊരു എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടെങ്കിൽ പുറത്ത് വരണം എന്നുള്ളതാണ്. ഇത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് കിടക്കും. ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിന്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് യാതൊരു ബോധവും ബുദ്ധിയും ഇല്ലാന്ന് ആ വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അഗാധമായ കൊക്ക, അവർക്ക് തന്നെ അറിയണം, അവരെന്നെ അതിൽ പറയുന്നുണ്ട് താഴെ പോയാൽ തവിട് പൊടിയാന്ന്. അതിന്റെ അറ്റത്ത് പോയിരുന്നിട്ട് കാലും താഴത്തേക്ക് ഇട്ടിരുന്നിട്ട് ആ ഒരു വീഡിയോ ഒക്കെ പിടിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അവനെയൊക്കെ കണ്ടാൽ ഇപ്പോഴും, അത് പഴയ വീഡിയോ ആണ്, ഒന്നും പറയുന്നില്ല, അവരത് ചെയ്തു. പക്ഷെ ഇനിയുള്ള ആളുകളെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനേ പറയാനുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് പരിചയമില്ലാത്ത വെള്ളച്ചാട്ടത്തിൽ വീണ് മരിക്കുന്നത്, എത്ര പുഴയിൽ മുങ്ങിപ്പോകുന്നു. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ ഈ വെള്ളത്തില്, പുഴയില്, വെള്ളച്ചാട്ടത്തിൽ ഒന്നും നമ്മൾ യാതൊരു സേഫ്റ്റി ഇല്ലാതെ ഇറങ്ങാൻ പോകരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇവർ പറയുന്നുണ്ട് സ്ത്രീകളോട് നിങ്ങൾ പെണ്ണുങ്ങളൊന്നും ഇറങ്ങണ്ട, സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. ആണുങ്ങൾക്ക് ആ സ്ഥലം എത്രമാത്രം സേഫാണ്, അവരുടെ കാലെന്താ വഴുതില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി കാര്യങ്ങൾ യാതൊരു ബോധവും ബുദ്ധി ഇല്ലാതെ ചെയ്തു വെച്ചിട്ട് അപകടം സംഭവിച്ചിട്ട് പിന്നെ നമ്മളിരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ സമയമാണ്, എല്ലാവരും ഇതേപോലത്തെ യാത്രകളൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ ബന്ധുക്കളും നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ പിന്നുള്ള ജീവിതം മുഴുവൻ അവരുടെ മുഴുവൻ ഈ ഒരു വിഷമത്തിലും നശിച്ചു പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ യാത്രകളൊക്കെ പോകാൻ. ഇത്രയും സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇത്രയും ആളുകൾ ആ കാലം തൂക്കിയിട്ട് താഴെ നോക്കിയിരിക്കുന്ന വിഷയമുണ്ടല്ലോ, അന്നേ അവരുടെയൊക്കെ പേരിൽ കേസ് എടുക്കണമെന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ ദുരൂഹത ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെടണം. ഇപ്പൊ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നാണ് പറയുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ അവരെന്ന് പറഞ്ഞാല് അവരുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നിട്ട് അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട്
കൊണ്ട് ആ കുട്ടി വീണുപോയി എന്നുള്ള വേദനയൊക്കെ അവർക്ക് ഒരുപാടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവര് കുറെയൊക്കെ അവർക്കത് വിശ്വസിക്കാൻ പറ്റാത്തത്. അവർക്ക് അതിൽ ദുരൂഹത. സംഭവം ഈ 5 മിനിറ്റ് കൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവര് താഴേക്ക് കൂട്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ കാല് തെറ്റി പോയതായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ നടന്നു പോകുന്ന വഴിയോട് ചേർന്ന് തന്നെ ഏതെങ്കിലും കൊക്കയുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. പിന്നെ ഈ ഒരു കടയുടെ അവിടെ ഈ പോലീസ് നായ പോയി നിന്നു എന്നുള്ളത് കൊണ്ട് ആ കടക്കാരനെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഈ കുട്ടി ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന്റെ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതാണ്. നമ്മൾ കർണാടക പോലീസിനെ കുറിച്ചൊക്കെ എപ്പോഴും മോശമായിട്ട് സംസാരിക്കും. നമുക്ക് അറിയാം അവർ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ പോലീസിനെ പോലെയൊന്നും അല്ല, വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ കൂടുതലുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഒരു കേസുകളൊക്കെ വരുമ്പോൾ അവര് സത്യസന്ധമായിട്ട് തന്നെ അന്വേഷണം നടത്താറുണ്ട്. നമ്മൾ അർജുന്റെ കേസിലൊക്കെ കണ്ടതാണ്. ആദ്യം അവർ കുറച്ച് അലംഭാവം കാണിച്ചു വെച്ചാലും അവർ അത്രയും ദിവസം ആ ഒരു തെരച്ചിൽ നടത്തി അർജുനെ കണ്ടെടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ അവരെ മോശമാക്കിയിട്ട് അവര് കറപ്റ്റഡ് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലൊന്നും അവർ കറപ്റ്റഡ് ആയിരിക്കില്ല. പിന്നെ അവര് ഇപ്പൊ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനാണെങ്കിൽ തന്നെ ഇവിടുത്തെ പോലീസുകാർ അവിടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. അത് വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ പുറത്തു വരുന്നേ പറയാനുള്ളൂ. പിന്നെ ഒരു സ്വർണ്ണമോതിരം കാണാനില്ല എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് കണ്ടിരുന്നു. അത് ഞാനിങ്ങനെ തമ്മിലേ കണ്ടുള്ളൂ. ശരിക്കും ന്യൂസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ദുരൂഹതയുള്ള കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സംശയിക്കാവുന്നതേ. എന്തായാലും ഇത്രയും ആളുകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആ കുട്ടി ഒരു കിഡ്നാപ്പ് ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. സാധ്യത വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ പിന്നെ അവിടുന്ന് എടുത്തു കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും കടക്കാരുടെ ഹെൽപ്പോട് കൂടെ അങ്ങനെയൊക്കെയാണ് സാധ്യത കൂടുതൽ. അപ്പൊ എന്തായാലും ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വളരെ വിഷമം തോന്നി ഇന്നല്ല ഇപ്പൊ അടുത്ത ദിവസം കേട്ടതിൽ വെച്ച് എനിക്കെന്തോ വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയായിരുന്നു ഇത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ വെക്കേഷൻ കാലമാണ്, ഒരുപാട് യാത്രകളൊക്കെ എല്ലാവരും പോകുന്ന സമയം. കുട്ടികളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് കൈവിട്ട് പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്.